Dear UPSC aspirants, welcome to Eminent IAS Current Affairs program. 2026-27 യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആസ്പിറൻസിന് വേണ്ടി എങ്ങനെ കറണ്ട് അഫയേഴ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ് വെൽ ആസ് വളരെ ഇൻഡെപ്തിൽ പഠിക്കാം. ദാറ്റ്സ് വൈ വി ആർ ഹാവ് ദിസ് പ്രോഗ്രാം, ഡീപ് ഡൈവ് പ്രോഗ്രാം. സോ ഡീപ്ലി നമ്മൾ കറണ്ട് അഫയേഴ്സിനെ നോക്കുന്ന പ്രോഗ്രാമാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ദിവസം 10 കറണ്ട് അഫയേഴ്സ് ടോപ്പിക് പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള വൺ കോംപ്രഹെൻസീവ് ലേണിംഗ് ആണ് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജൂൺ 3 ഹിന്ദു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു റിഗാർഡിംഗ് ദ CBSE OSM ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വാർത്ത എങ്ങനെയാണ് പ്രിലിംസിന് നിങ്ങൾക്ക് ആവശ്യം, മെയിൻസിന് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള MCQ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീപ്ലി ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ അപ്ഡേറ്റുകളും നോട്ടുകളും അതുപോലെ മറ്റു ചില അപ്ഡേറ്റുകളും ലഭിക്കാൻ വേണ്ടി ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ അവർ കോമൺ ചാനൽ എമിനന്റ് IAS കേരള എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ന്യൂസിലോട്ട് വരാം. ആദ്യം തന്നെ ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ എന്താണ് OSM ടെൻഡർ? OSM എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. സാധാരണ രീതിയിൽ നമ്മൾ സ്കൂൾ എക്സാമിനേഷൻ ഇവാലുവേഷൻ എങ്ങനെയാണ്, പേപ്പർ ഇവാലുവേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലെ. അവിടെ എന്താ ഉണ്ടാകാറുള്ളത്? ഓഫ്ലൈൻ പേപ്പറുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഫിസിക്കൽ പേപ്പർ ടീച്ചർമാർ അവിടെ തന്നെ ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെ സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. പക്ഷെ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് എല്ലാം ഡിജിറ്റൽ ഓൺ സ്ക്രീൻ മോഡലോട്ട് മാറ്റാൻ CBSE തീരുമാനിക്കുന്നതും അങ്ങനെയാണ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം എന്ന പേരിൽ OSM വരുന്നത്. OSM എന്ന് പറഞ്ഞാൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് എ ന്യൂ ഡിജിറ്റൽ ഇവാലുവേഷൻ സിസ്റ്റം ഫോർ ക്ലാസ് 12 ബൈ CBSE. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി എക്സാം എഴുതും. ആ എക്സാം തുടക്കത്തിൽ തന്നെ ഇവരെന്ത് ചെയ്യും, സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യും. ആ സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്തതിനു ശേഷം ടീച്ചർമാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സെക്യൂർ ആൻഡ് കോൺഫിഡൻഷ്യൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ പേര് ഉണ്ടാകില്ല, അനോണിമസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ബയാസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ കുറെ ചലഞ്ചുകൾ, ഇഷ്യൂസ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റൻസീസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ ഡിക്കോഡിംഗ് ദാറ്റ് പർട്ടിക്കുലർ ന്യൂസ്. സോ OSM എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് എ ഡിജിറ്റൽ ഇവാലുവേഷൻ ഫ്രെയിംവർക്ക്. ഓക്കെ, where handwritten answer scripts are scanned, anonymized and uploaded to secure cloud platform for assessment on computer screen. 2013-14 സമയത്താണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. 2013-14 സമയത്താണ്. പക്ഷെ അത് ഫെയിൽഡ് ആയിട്ടുണ്ടായിരുന്നു ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇവാലുവേറ്റർ ട്രെയിനിങ്. നോക്കിക്കേ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടേമാണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് വെൽ ആസ് ഇവാലുവേറ്റർ ട്രെയിനിങ് എന്നുള്ളത്. ഇത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് ഒരു പുതിയ സിസ്റ്റം ഇത്രയും മാസ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് എത്തുക എന്നുള്ളതാണ്. എന്താണ് മാസ് ഓഡിയൻസ്? നിങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ 10ാം ക്ലാസ്സും 12th സ്റ്റുഡൻസും മാത്രം എടുത്ത് നോക്കുമ്പോൾ CBSE പഠിക്കുന്ന 46 ലക്ഷം സ്റ്റുഡൻസ് ഉണ്ട്. ദാറ്റ് ഇസ് 4.6 മില്യൺ സ്റ്റുഡൻസ് CBSE മാത്രം പഠിക്കുന്നുണ്ട് ക്ലാസ് 10 and 12 ഇൻ CBSE അലോൺ. അപ്പൊ ആ CBSE ഒരു മാസ് സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് നോക്കണമായിരുന്നു, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നോക്കണമായിരുന്നു. ഇങ്ങനെ കുറച്ച് ചിന്തകളാണ് വരുന്നത്. അപ്പൊ CBSE 2025 മുതൽക്കാണ് ഈ OSM എന്ന് പറയുന്നത് ഒരു സ്മോൾ വോളിയം സബ്ജക്റ്റുകൾക്ക് മാത്രം കൊടുക്കാം ആസ് എ ട്രയൽ റൺ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ CBSEക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്രം ദയർ ഗവേണിംഗ് ബോഡി. ശ്രദ്ധിക്കേണ്ട കാര്യം, 2025 CBSEയുടെ തന്നെ അപെക്സ് ഗവേണിംഗ് ബോഡി, ആ ഗവേണിംഗ് ബോഡി ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ നമുക്ക് ട്രയൽ ഫേസിൽ കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ CBSE അതോറിറ്റി എന്ത് സംഭവിച്ചു? ദേ ബൈപാസ് ദിസ് അഡ്വൈസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ. എന്നിട്ട് ഒരു ഫുൾ സ്കെയിൽ നാഷണൽ വൈഡ് അഡോപ്ഷൻ കൊണ്ടുവന്നു ഫോർ ക്ലാസ് 12 2026. അതിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്യൂസ് സംഭവിച്ചു. കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് പ്രകാരം 16,000 സ്റ്റുഡൻസ് എക്സാമിന്റെ റിവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നതാണ്. അത്രയും ഡിസ്ക്രിപ്റ്റൻസീസ് ഉണ്ടായിരുന്ന ഒരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ, അല്ലെങ്കിൽ OSM ഇവാലുവേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഈസ് എ ബേസിക് ഐഡിയ യു ഹാവ് ടു നോ വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ ന്യൂസ്. ഇനി ന്യൂസിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യയിൽ ഫിലിംസിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, സെൻട്രൽ ബോർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിലെ ബോർഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള CBSE തന്നെയാണ്, CBSE. രണ്ടാമതാണ് CISCE എന്ന് പറയുന്ന കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ. മൂന്നാമത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇത് മൂന്നാണ് സെൻട്രൽ തലത്തിൽ, കേന്ദ്ര തലത്തിലുള്ള എഡ്യൂക്കേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ജനറൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നമ്മൾ നമ്മുടെ ന്യൂസിലുള്ള ടോപ്പിക് മാത്രം വായിച്ചു പോകരുത്. ഓക്കെ, അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് UPSC കോംപ്രഹെൻസീവ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സിംപ്ലിഫൈഡ് സ്റ്റഡി നോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ CBSE എന്താണ് 1962 ഒരു ഓട്ടോണോമസ് ബോഡി ആയിട്ട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ് വരുന്നത്. ഓക്കെ, അതിന്റെ ഹെഡ് ഒരു ചെയർപേഴ്സൺ ആണ്, മോസ്റ്റ്ലി IAS ഓഫീസർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ അതിന്റെ CBSE ചെയർമാനൊക്കെ സ്ഥാനം മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ന്യൂസുകളുണ്ട്. അപ്പൊ ഇത് എക്സാമിന്റെ കാര്യങ്ങൾ അതില് ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതാണ് കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ 1958 വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇത് 1962 ഇത് 1958 ആദ്യം വന്നത് ഏതാണ്? ഇതാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പം ക്രോണോളജിക്കലായിട്ട് ചോദിക്കും. ഇത് മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് ഗവൺമെന്റ് ബോഡി അല്ല, ഇറ്റ്സ് എ പ്രൈവറ്റ് ബോഡി ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം കേട്ടോ. ഫൈൻ. അത് എന്തിനാണ് അങ്ങനെ ഒരു പ്രൈവറ്റ് ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്? യെസ്, ഇത് 3 എക്സാംസ് നടത്തുന്നുണ്ട്. നമ്മുടെ ICSE ഇന്ത്യൻ സർട്ടിഫിക്കറ്റ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ 10ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു എക്സാം നടത്തുന്നുണ്ട്. ISE ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട് മറ്റൊരു എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് NIOF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓപ്പൺ സ്കൂളിംഗ് 1989 അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടി. ആദ്യം ആരുണ്ടായി, പിന്നീട് ആരുണ്ടായി, ശേഷം ആരുണ്ടായി. ഇതിന്റെ നേച്ചർ എന്തൊക്കെയാണ്, ഇതെന്താ ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളുടെ ഒരു സിംപ്ലിഫൈഡ് സ്റ്റഡി നോട്ട് വിത്ത് ക്വിക്ക് കമ്പാരിസൺ ടേബിളിന്റെ ഒരു നോട്ട് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, സോ ബാക്ക് ടു അവർ ഡിസ്കഷൻ. അപ്പൊ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അവിടെ ഉണ്ടാകും നമ്മളുടെ ഈ ഒരു സ്റ്റഡി നോട്ട്. നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ UPSC ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു കോംപ്രഹെൻസീവ് ലേണിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ കറണ്ട് അഫയേഴ്സിലൂടെ സ്റ്റാറ്റിക് പോർഷനുകൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ UPSC കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യേണ്ടി പറ്റും. ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യു ബി ഏബിൾ ടു ആൻസർ ഫോർ പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ് ആൻഡ് ഈവൻ ഫോർ യുവർ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ദാറ്റ് ഈസ് ഇന്റർവ്യൂ. കാരണം ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോട്ട് ന്യൂസ് നടക്കുന്ന സമയത്ത് dear aspirant, just tell me what you think about digital infrastructure for education sector എന്ന് ചോദിക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ നിങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി അവെയർ ഓഫ് സച്ച് തിങ്സ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയാണ് നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മാക്സിമം സീക്ക് ചെയ്യാം. CBSE ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബേസിക്കലി പറഞ്ഞുതരാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു 1962 CBSE ഫോം ചെയ്യുന്നത്. ഈ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ലോകം ഒന്ന് നോക്കിയാൽ മതി, പുസ്തകം വെളിച്ചം പ്രകാശം എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. It's a statutory body or autonomous body under Ministry of Education established under Delhi School Education Act. ഇത് പഠിച്ചു വെച്ചോണം. ചിലപ്പോൾ നിങ്ങൾക്ക് CBSE ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എ സ്പെഷ്യൽ പാർലമെന്ററി ആക്ട് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കുകയും അപ്പൊ ഡൽഹി സ്കൂൾ എഡ്യൂക്കേഷൻ ആക്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഇവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് 10, 12th ക്ലാസ് കുട്ടികൾക്ക് വേണ്ടി ആനുവൽ എക്സാംസ് നടത്തുക. 28,000+ സ്കൂൾസ് അക്രോസ് ഇന്ത്യ ആൻഡ് 26 കൺട്രീസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഇന്ത്യയുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി 26ഓളം രാജ്യങ്ങളിൽ ആരുണ്ട്? CBSE ഉണ്ട്. അവിടെയും എക്സാംസ് നടത്താറുണ്ട്. ഇറ്റ്സ് എ ഗവർണിംഗ് ബോഡി. അതിനൊരു ഗവർണിംഗ് ബോഡി ഉണ്ട് ആൻഡ് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ട്. ഹെഡഡ് ബൈ ചെയർപേഴ്സൺ ഹു ഈസ് എ IAS ഓഫീസർ. ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അറിഞ്ഞിരിക്കുക. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓർ ഓട്ടോണമസ് ബോഡി. പിന്നെ ഇവര് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MHRD എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലാണ് വരുന്നത്. ഫൈൻ. പിന്നെ ഇതിന്റെ കീഴിൽ ഒരു കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. അതെല്ലാം യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതുപോലെ തന്നെ ഇവർക്കും ഉണ്ട്. ഇത് ബേസിക് ഐഡിയാണ്. ഈ ബേസിക് ഐഡിയിൽ നിന്ന് വേണം നമ്മൾ ഇനി പഠിക്കുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. അപ്പൊ ഓൺ സ്ക്രീൻ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ടെക്നോളജി ആണ്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗവേണൻസ് ടൂൾ ആണ് ഫോർ കമ്പനിങ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് പ്രോസസ് ഡിസ് ഓട്ടോമേഷൻ. അപ്പൊ കുറച്ചുകൂടെ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറ്റ് എലിമിനേറ്റ്സ് ദ മാനുവൽ ടോട്ടലിംഗ് എറേഴ്സ്. ഒരു ടീച്ചർ ഇരുന്ന് കുറെ പേപ്പർ കൂട്ടുന്ന ഒരു എററൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് ഒഴിവായി കിട്ടും. ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ്, പേപ്പറുകൾ കൊണ്ടുപോകുന്ന ചെലവ്, സമയം, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ദെൻ ഫിസിക്കൽ സ്റ്റോറേജ് ഓഫ് പ്രോസസ് ഓഫ് ആൻസർ ഷീറ്റ്, ഇതൊക്കെ ക്ലൗഡിലോട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതായിരുന്നു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ആൻഡ് ഓൾസോ ഇതിന്റെ ഒരു മറ്റൊരു ഫീച്ചറാണ് റിമോട്ട് ഇവാലുവേഷൻ കൊടുക്കും. ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ പേപ്പർ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ നോ നീഡ് ടു ഗോ ടു എ ഫോർ ഡിസ്റ്റൻസ് ഏരിയ ഓഫ് ദിസ് മാനുവൽ ഇവാലുവേഷൻ. അതാണ് ബേസിക് ഐഡിയ. ദെൻ റിയൽ ടൈം പ്രോഗ്രസ് ട്രാക്കിംഗ് ഉണ്ട്. ദെൻ ഡിജിറ്റൽ ഓഡിറ്റ് ട്രയലുകളും ഇതിന്റെ ഭാഗമായിട്ട് നടത്തും. അങ്ങനെ ഒരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്. പക്ഷേ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി അറിയുന്ന ടീച്ചർമാരും ടെക്നോളജി അറിയാത്ത ടീച്ചർമാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് പഴയ ജനറേഷനിൽ പെട്ടിട്ടുള്ള
അധ്യാപകന്മാർ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വലിയ താല്പര്യമില്ല, ഫെമിലിയർ അല്ല. അവർ ഇപ്പോഴും പഴയ പോലെ മാർക്ക് സിസ്റ്റം ഓഫ്ലൈൻ ആയിട്ട് ഫിസിക്കലി ചെയ്യുന്നവരാണ്. അതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. പിന്നെ വെൻഡർ ലോക്കിംഗ്, ഇതുമായി ചെയ്യുന്ന വെൻഡേഴ്സ് ഉണ്ട്. അത് ഞാൻ കുറച്ചും കൂടി മനസ്സിലാവും. കാരണം ഇതൊരു പ്രൈവറ്റ് ഫീൽഡിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സർവീസ് CBSE എടുത്തിട്ടുണ്ടായിരുന്നത്. ഡാറ്റ സെക്യൂരിറ്റി, ടെക്നിക്കൽ ഗ്ലിച്ചസ്. ഈ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഒരുപാട് വന്നു എന്നുള്ളതാണ് കറന്റ് ഇഷ്യൂ. ഈ ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ പല പേപ്പറുകളും ബ്ലറായി പോയി, ചില പോയിന്റുകൾ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CBSEക്ക് വലിയൊരു ക്രെഡിബിലിറ്റി ചലഞ്ച് ആണ് ഇപ്പൊ നേരിട്ടിട്ടുള്ളത്. അപ്പൊ ഈ ക്രെഡിബിലിറ്റി ചലഞ്ച് നേരിട്ടപ്പോ പാർലമെന്റിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർക്ക് വേണമെങ്കിൽ CBSEയുടെ ഓഫീസേഴ്സിനെ വിളിച്ചു വെച്ചിട്ട് എന്താണ് സംഗതി എന്നുള്ളത് ചോദിക്കാൻ പറ്റും. അതായിരിക്കും അവർ പിന്നീട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനിലും പാർലമെന്ററി ഡിസ്കഷനിലും റിപ്പോർട്ടായിട്ട് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി നോക്കുക. ഇറ്റ്സ് എ പെർമനന്റ് കമ്മിറ്റി ഓഫ് പാർലമെന്റ്. അതായത് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പോളിറ്റിയിൽ പഠിക്കുന്ന ഒരു ടെർമിനോളജി. ആ ടേം നിങ്ങൾ വരുമ്പോൾ മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് എ പെർമനന്റ് കമ്മിറ്റി, എപ്പോഴും ഉണ്ടാവും. വിത്ത് ഡിഫൈൻഡ് സബ്ജക്ട് ടു ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ ഉണ്ട്, വുമൺ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, യൂത്ത് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇങ്ങനെ പല കമ്മിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് ഒറ്റ കമ്മിറ്റി ആട്ടോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ, വുമൺ, ചിൽഡ്രൻ, യൂത്ത് ആൻഡ് സ്പോർട്സ് ആണ് ഒറ്റ കമ്മിറ്റി. ഇതേപോലെ ഡിഫറെന്റ് സബ്ജക്ട് ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട ഓരോ പാർലമെന്ററി കമ്മിറ്റി ഉണ്ടാവും. അവരെന്ത് ചെയ്യും? അവരുടെ ആ ഒരു മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവര് പരിശോധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഡിപ്പാർട്ട്മെന്റലി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫൈനാൻഷ്യൽ കമ്മിറ്റീസ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പോളിറ്റിയിൽ പിന്നീട് പഠിക്കാം. ഓക്കെ, ഇനി ഇവരുടെ പവർ എന്താണെന്ന് വെച്ചാൽ ദേ കൻ സമ്മൺ ഒഫീഷ്യൽസ്. അപ്പൊ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ കമ്മിറ്റി ഒഫീഷ്യൽസിനെ സമ്മൺ ചെയ്യും, വിളിച്ചു കൂട്ടും. അത് ഗവൺമെന്റ് ആൻഡ് ഓട്ടോണമസ് ബോഡീസ്. അപ്പൊ നമുക്ക് CBSE എഴുതി നോക്കാം. അപ്പൊ CBSEയുടെ ഒഫീഷ്യൽസിനെ വിളിച്ചു കൂട്ടും, എക്സാമിൻ ദെയർ വിറ്റ്നസ്, കോൾ ഫോർ ഡോക്യുമെന്റ്സ്, എന്നിട്ട് ഇത് പരിശോധിക്കും എന്നുള്ളതാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ റിപ്പോർട്ട് എന്ത് ചെയ്യും? സമർപ്പിക്കും. ഗവൺമെന്റ്, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ പാർലമെന്റിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ട്സ് ആർ പെർസൂസീവ്, നോട്ട് ബൈൻഡിങ്. അഡ്വൈസിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകളാണ് ഞങ്ങൾ പരിശോധിച്ച് കണ്ടെത്തിയതെന്ന് പറയും. അല്ലാതെ അവരുടെ റിപ്പോർട്ട് നീങ്ങല്ല, ബൈൻഡിങ് അല്ല. ഓക്കെ, ഗവൺമെന്റ് പരിശോധിച്ചിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ നിർത്തണം. അങ്ങനത്തെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും ഒന്ന് അറിഞ്ഞിരിക്കുക. ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മെയിൻസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്ടെക്, എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ ഈ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻഷുർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. സോ അതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എഡ്യൂക്കേഷനിൽ ടെക്നോളജി കൊണ്ടുവരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേസമയത്ത് ലിമിറ്റേഷൻ ഉണ്ട്. സോ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ OSM തന്നെയാണ്, ഓൺ സ്ക്രീൻ മാർക്ക്. 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ഡിജിറ്റൽ ഇന്ത്യ, ഇതിലൊക്കെ വരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് ടൈം കുറച്ച് സ്പീഡി ആയിട്ട് ഓൾ ടൈം സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ ഓട്ടോമേഷൻ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ OSM ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ടെക്നോളജി ഇനാബിൾ ചെയ്തിരിക്കുന്ന ഒരു അസസ്മെന്റ് റിഫോം വേണം എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴും മെച്ചങ്ങൾ എന്താണ്? ബെനിഫിറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റെഡ്യൂസ്ഡ് ഹ്യൂമൻ എറർ, ഫാസ്റ്റർ റിസൾട്ട്, എൻഹാൻസ്ഡ് സ്കെയിലിറ്റി, ഡിജിറ്റൽ ഓഡിറ്റ് ട്രയൽ, റിമോട്ട് ഇവാലുവേഷൻ, റെഡ്യൂസിംഗ് ലോജിസ്റ്റിക് കോസ്റ്റ്. ഇങ്ങനെ ഒരു 4-5 പോയിന്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി അതേ സമയത്ത് പ്രീ മെച്യൂർ ഫുൾ സ്കെയിൽ ഡെവലപ്മെന്റ്, ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു സിസ്റ്റം ഫുള്ളായി സഫീഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ലാർജ് സ്കെയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് വലിയ നെഗറ്റീവിന് കാരണമാണ്. മറ്റേ ചെറുതിൽ നിന്നും റെക്ടിഫിക്കേഷൻ വന്ന് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ മതി. വിത്തൗട്ട് അഡിക്കേറ്റഡ് ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അപ്പൊ എന്തുണ്ടാവും? ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവും. സിസ്റ്റം ലെവൽ ഡ്രൈ റൺസ്, സിസ്റ്റം എങ്ങനെ പരിശോധിക്കണം എന്നുള്ളതിന്റെ ബാക്ക് ആൻഡ് സപ്പോർട്ട് ഇല്ല. ഇത് മില്യൺസ് ഓഫ് സ്റ്റുഡൻസിനെ ചലഞ്ചിലാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ടെക്നോളജി അഡോപ്ഷൻ ആൻഡ് ടെക്നോളജി റെഡിനെസ്. ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പോലെയല്ല ടെക്നോളജി റെഡി ആണോ എന്ന് ചെയ്യിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ടെക്നോളജി റെഡി ആണോ, സിസ്റ്റം സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. മസ്റ്റ് മാച്ച് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി. അത് നടത്തുന്ന ഫേം ഏതാണോ അല്ലെങ്കിൽ അത് നടത്തുന്ന അതോറിറ്റി ഏതാണോ അവർക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ എൻഷുർ ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു ഇഷ്യൂ ആണ് ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് ഓഫ് ആൻസർ ഷീറ്റ് ആണ് ഒരു പ്രൈവറ്റ് വെണ്ടറിന്റെ ക്ലൗഡിലോട്ട് ഇടുന്നത്. ഞാൻ പറഞ്ഞ ഒരു പ്രൈവറ്റ് ടീമിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് തെലങ്കാനയിലെ. അത് മുന്നേയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുള്ള ടീമിന് വീണ്ടും കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നെപ്പോട്ടിസ, കറപ്ഷൻ ഒക്കെ കണക്കാക്കും എന്നുള്ളത്, അല്ലെ? അപ്പൊ ഡാറ്റ സോവറിനിറ്റി, സ്റ്റുഡന്റ് പ്രൈവസി തുടങ്ങിയുള്ള ചർച്ചകളും ചോദ്യങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്.
സോ GS3 ടെക്നോളജി എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടികൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റണം. നൗ GS4 എത്തിക്സിന്റെ ഡയമെൻഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി. CBSEയുടെ ഒരു ഫിഡ്യൂഷ്യറി റെസ്പോൺസിബിലിറ്റി ആണ് കാണുന്നത്. അതായത് ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. കോംപ്രമൈസിങ് എക്സാമിനേഷൻ ഇന്റഗ്രിറ്റി, എക്സാമിന്റെ ഇന്റഗ്രിറ്റി അല്ലെ, അതിന്റെ ഓപ്പറേഷൻ സ്പീഡും ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി എന്താണ്, എത്തിക്കൽ ഫെയിലിയർ ആണ്. നമ്മൾ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, CBSEയുള്ള വിശ്വാസം പോവാന്നല്ലേ, ഇതൊരു എത്തിക്കൽ ഫെയിലിയർ ആണ്. ഇത് നിങ്ങൾ CBSE മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് UGC നെറ്റ് എക്സാമിനേഷൻ നടത്തുന്ന അതോറിറ്റിയാണ് NTA. മെഡിക്കൽ നീറ്റ് എക്സാമിനേഷൻ നടത്തുന്ന അതോറിറ്റിയാണ് NTA. NTA-ക്കും പലപ്പോഴും ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പൊ ഏത് അതോറിറ്റി വെച്ച് ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ രീതിയിൽ ചിന്തിക്കാനും എഴുതാനുള്ള കഴിവാണ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വിസിൽ ബ്ലോയിങ് ആൻഡ് സിവിക് പാർട്ടിസിപ്പേഷൻ. 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിൽ ഈ വിഷയങ്ങൾ പോയിട്ട് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതൊരു ആക്റ്റീവ് സിറ്റിസൺഷിപ്പ് കാണിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സിഗ്നിഫിക്കൻസ് ഫോർ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ. അതായത് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ആ കുട്ടി പറയാണ് ഞാൻ ഇന്ന മിസ്റ്റേക്കുകൾ ഇതിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അത് പാർലമെന്ററി കമ്മിറ്റി കേൾക്കുവാണ്. അപ്പൊ വിസിൽ ബ്ലോയിങ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നത്തെ എടുത്ത് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി. ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് എഫിഷ്യൻസി ട്രേഡ് ഓഫ്. ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അക്കൗണ്ടബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തിക്സിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. CBSE ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, CBSEയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞു അത് ഫേസ് ടു ഫേസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്മോൾ സ്കെയിലിൽ ട്രയൽ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് ആരും സ്വീകരിച്ചില്ല, CBSE തന്നെ സ്വീകരിച്ചില്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്റഗ്രിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിന്റെയും കൊളാബറേഷന്റെയും കോപ്പറേഷന്റെയും കോർഡിനേഷന്റെയും പോരായ്മയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് എത്തിക്സിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഇതേപോലെ ചോദ്യങ്ങൾ ചോദിക്കും. അവിടെ നിങ്ങൾക്ക് ആവശ്യം വരും. അവിടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ കൂടുതൽ കമന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കും കുറച്ചുകൂടെ ഒരു എനർജിയും ആവേശമൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ആസ് എ ബ്യൂറോക്രാറ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എത്തിക്സിൽ നിങ്ങളുടെ ചോദ്യം. അതേപോലെ ഇന്റർവ്യൂവിൽ നിങ്ങളോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻസിന്റെ മറ്റു GS സബ്ജക്റ്റുകളിൽ നിങ്ങളോട് വേ ഫോർവേഡ് ചെയ്തെന്ന് ചോദിക്കും. ആ രീതിയിൽ നിങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റീസ്റ്റോർ മാർക്ക് വെരിഫിക്കേഷൻ, റീവാലുവേഷൻ റൈറ്റ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടേമിൽ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക. ഇമ്മീഡിയറ്റ്ലി പ്ലസ് ടു ക്ലാസ് സ്റ്റുഡൻസിന്റെ റീവാലുവേഷൻ കൊടുത്തിരിക്കണം. അത് 16,000, 1 ലക്ഷം, 16 ലക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തിരിക്കണം. കാരണം കുട്ടികളുടെ റൈറ്റ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മാൻഡേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർഡ് ഫേസ്ഡ് പൈലറ്റ് വേണം. സ്മോൾ വോളിയം ടു മീഡിയം ഫുൾ സ്കെയിൽ, അതായത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലാണ് ഇവരെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കുക. വിത്ത് ഇൻഡിപെൻഡന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇമ്പാക്ട് അസസ്മെന്റ് വേണം, ബയാസ്ഡ് ആകരുത് എന്നുള്ളത്. Then mandatory evaluated digital literacy certification before any OSM deploy. OSM deploy ചെയ്യുന്നതിന് മുന്നേ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ നമുക്ക് എന്ത് വേണ്ടി പറ്റും, ഡിജിറ്റൽ ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ഇവാലുവേറ്റർക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പ് വരുത്തണം. മറ്റേ പുള്ളിക്കാരൻ നോക്കിയിട്ട് അയ്യോ എന്നെ കണ്ണ് വേദന, എന്തിലേക്ക് അടിച്ചു വിടാം, ചിലപ്പം അത് സബ്മിറ്റ് ആയി പോയിട്ടുണ്ടാകും. കുട്ടികളുടെ പേപ്പർ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യം വരെ ഉണ്ടായേക്കാം. ഓക്കെ, പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ടെക്നോളജി ഓഡിറ്റ് ബോഡി വേണം. വെറ്റ് വെൻഡേഴ്സ്, ഞാൻ പറഞ്ഞ ഒരു പ്രൈവറ്റ് ബോഡിയുടെ ക്ലൗഡ് സിസ്റ്റം ആണ് യൂസ് ചെയ്തത്. അപ്പൊ അത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ടെക്നോളജി ഓഡിറ്റ് ബോർഡ് വേണം. ഓക്കെ, then strengthen public procurement norms to prohibit awarding contracts to vendor with prior documented failures in similar mandate. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞത് തെലങ്കാനയിലെ ഒരു കമ്പനിയാണ്, അത് ഓൾറെഡി ബ്ലാക്ക് ലിസ്റ്റിലുള്ളതാ. ആ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരു കമ്പനിക്ക് പിന്നീട് എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്, ഇത് വലിയ ചോദ്യമാണ്. നെവർ ഡു ദാറ്റ്, കൊടുക്കാൻ പാടില്ല. അപ്പൊ ആ ബ്ലാക്ക് ലിസ്റ്റ് സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേ ഫോർവേഡ് പറയാൻ വേണ്ടി പറ്റണം. ഓക്കെ, വളരെ ബയസ്ഡ് അല്ലാത്ത രൂപത്തിലോട്ട് വളരെ കൃത്യമായിട്ട് റിഫോം ഫോക്കസ് ചെയ്തിട്ട് ആൻസർ എഴുതുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ വായിച്ചിട്ട് ആൻസർ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് CBSEയുമായി ബന്ധപ്പെട്ടിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. CBSE constitutional body under Article 21 of Indian Constitution. CBSE government body apex policy making other with the board. CBSE conducts board examination in India and several countries abroad. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം വരുന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം എ ഓർ ബി ഓർ സി ഓർ ടി എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യാതെ നിങ്ങൾ വെറുതെ വീഡിയോ കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. ജസ്റ്റ് കമന്റ് യുവർ സെൽഫ്. ഇതിന് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇത് എത്തിക്സ് ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് സാറേ പ്രിലിംസിന് എത്തിക്സ് ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുമ്പോൾ 2026 UPSC പ്രിലിംസ് ചെയ്തവർക്ക് അതിന്റെ ഉത്തരം അറിയാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനോടെ വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിത് വായിക്കാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ട്രൈ ടു റീഡ് യുവർ സെൽഫ് ആൻഡ് ചെക്ക് അവർ ടെലിഗ്രാം ചാനൽ ഫോർ ദി കറക്റ്റ് ആൻസർ ആൻഡ് explanation for the same. So thank you dear students for joining this particular discussion. Hope the videos are going to be having certain impact on your preparation. Kindly share your feedback in the comment section. Okay, so that's all for today. See you in another session. Thank you.